ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹണിതേ അജയ്യം കൊണ്ടേ പോവുള്ളൂ എന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് സ്ഥിരതാമസത്തിന് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ നിരഞ്ജനയായിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് ഹണി അജയോട് പറയാം. അവൾക്ക് നിന്നെ വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെ വേണം, നിന്നെ ഞാൻ കളയില്ല എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ പുറത്ത് നിന്ന് കേൾക്കുക നമ്മുടെ തമ്പുരാട്ടി. ഭയങ്കര സന്തോഷത്തിൽ അപർണ. നീ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മാത്രമല്ല എൻ്റെ ജീവിതത്തിന് നീ വില തരണമെന്നൊക്കെ ഹണി പറയുമ്പോൾ എന്ത് വിലയാണ് ഞാൻ നിനക്ക് തരേണ്ടതെന്ന് ചോദിച്ചു അജയ്. അന്നേരം എൻ്റെ വില നീ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഹണി പറയുന്നതെല്ലാം പുറത്തുനിന്ന് കേട്ട് ആസ്വദിക്കുക കേട്ടോ അപർണ. എൻ്റെ കൂടെ വരാൻ നീ ഒരുക്കമാണെങ്കിൽ നമുക്ക് ഈ നിമിഷം തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടും കേട്ടോ അപർണ. ഇത് എന്നിട്ട് ചെവി വട്ടം പിടിക്കുക ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹണി അകത്തു നിന്ന് പറയുകയാണ്, നീ എസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, പിന്നെ ഒരു കടബാധ്യതയും നിന്നെ അലട്ടില്ല, പിന്നെ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന്. നീ എന്താവാൻ ആഗ്രഹിച്ചോ അതിൽ ഉയരത്തിൽ നിന്നെ ഞാൻ എത്തിക്കുമെന്നൊക്കെ. നിന്റെ ആ മോഹം നടക്കില്ലടി എന്ന് അജയ് അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞ് അപർണ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് നീ ഇവിടെ അതിക്രമിച്ച് കയറി താമസിച്ചോ, പക്ഷേ ഈ വീടിൻ്റെ അവകാശികൾ നിന്നെ അടിച്ചിറക്കും, എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ല എന്നും അജയ് പറയുക. അപ്പോഴാണ് അപർണയ്ക്ക് സംഗതി പിടികിട്ടിയത്. വരാൻ പോകുന്ന അവകാശികൾ നിന്റെ ഏട്ടനും ഏട്ടത്തിയും അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്തിനു വന്നെന്ന് അവരോട് ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ അജയ് ഇങ്ങനെ നേരെ അവിടെ നിൽക്കുക. നീ കുറിച്ച് വെച്ചോ അജയ്, ഞാൻ കേരളം വിടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നീയും ഉണ്ടാകും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് തറപ്പിച്ച് തന്നെ പറയുവാണ് ഹണി. കൂടുതൽ സംസാരങ്ങൾക്കിട കൊടുക്കാതെ കൂടെ വരാമെന്ന് നീ സമ്മതിക്കാൻ പറഞ്ഞു. അജയ് നേരം ഭയങ്കര കൊലിപ്പിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അജയ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഈ സമയത്ത് അപർണ പുറത്ത് നിൽക്കുക കേട്ടോ. ഇത് എന്താ അജയ്, ഇത് കഷ്ടം, അവളെ ഇറക്കി വിടാൻ അജയ്ക്ക് കഴിയില്ല അല്ലേ എന്ന് അപർണ ചോദിക്കുന്നു. ഒരേ സമയം 3 സ്ത്രീകളെ ചതിച്ചവനാണ് അജയ്. അജയുടെ കണ്ണിൽ നിരഞ്ജനയും അപർണയും ഹണി റോസും എല്ലാം ഒരുപോലെയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക അജയ്, ചൂളി വിളറി വെളുത്ത്. പക്ഷേ നിരഞ്ജനയും അപർണയല്ല ഹണി റോസ് എന്ന് ഇപ്പം അജയ്ക്ക് മനസ്സിലായില്ലേ എന്നും അപർണ ചോദിച്ചു. അജയ് ആകെ തീർന്ന മട്ട കേട്ടോ, ഒന്നും മിണ്ടാനില്ല, മിണ്ടാട്ട മുട്ടി അവിടെ നിൽക്കുക. ഞാനും ഒരു പെണ്ണ് തന്നെ അജയ്, വൈകിയാണെങ്കിലും അജയ് ഒന്നോർത്ത് നോക്കണം, നിനക്ക് വേണ്ടി വിഷം കഴിച്ച ഒരു പെണ്ണിനെ, അത് നീ മറന്നു പോകരുതെന്നും പറഞ്ഞ് അപർണ പറഞ്ഞു കൊടുക്കുക. അതേസമയം കതിർ മണ്ഡപത്തിൽ കാലുകുത്താൻ തയ്യാറായി നിന്ന മറ്റൊരു പെണ്ണിനെ, ഒടുവിൽ ദേ നിന്റെ അവകാശി വന്നു എന്ന കാര്യവും പറഞ്ഞ് നമ്മുടെ അപർണ ഇങ്ങനെ ഇവനെ ചൊടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അത്രയും പറഞ്ഞ് അപർണ അവിടെ നിന്ന് പോയിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അഭി ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്. കുഞ്ഞും അമ്മയും നമ്മുടെ ജാനകിയെ കാണാനായിട്ട് അകത്തേക്ക് ചെന്നു. അപ്പോൾ ആ കണ്ണൊക്കെ തുറന്നിങ്ങനെ കിടക്കുക നമ്മുടെ ജാനകി. മോളെ അമ്മയെ കണ്ടേ, അമ്മയെ വിളിക്കും മോളെ എന്ന് പറഞ്ഞു അഭി. അമ്മയെ പൊന്നു വന്നത് അമ്മ കണ്ടില്ലേ അമ്മയെന്നൊക്കെ ചോദിച്ചു. പൊന്നുകുട്ടി ഇങ്ങനെ വിളിക്കും. ഒന്ന് നോക്കമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭാവതി തൊട്ടരികിൽ നിന്ന് ഭയങ്കര കരച്ചില്ല. പൊന്നുമനെ ഒന്ന് നോക്കമ്മേ എന്ന് പറഞ്ഞു. പക്ഷേ ജാനകിക്ക് അനങ്ങാൻ പറ്റില്ല, കണ്ണിങ്ങനെ തുറന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അമ്മേ, അപ്പോൾ അമ്മയ്ക്കിപ്പോൾ ഒന്നും അറിയില്ല മോളെ എന്ന് പറഞ്ഞു അഭി. അന്നേരം അമ്മ കണ്ണ് തുറന്നിട്ടുണ്ടല്ലോ എന്ന് കുഞ്ഞ്, എന്നിട്ടും അമ്മ എന്താ പൊന്നുവിനെ നോക്കാത്തതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് മോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കല്ലേ എന്ന് പ്രഭാവതി പറഞ്ഞു കുഞ്ഞിനോട്. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പൊന്നു ആദ്യം വന്നപ്പോഴും അമ്മ ഇങ്ങനെ തന്നെയാണ് കിടന്നതെന്ന കാര്യം പൊന്നു അന്നേരം അവിടെ വെച്ച് പറയാം. അത് ഇനിയും സമയമെടുക്കും മോളെ എന്ന് പ്രഭാവതി അന്നേരം പറയാ കുഞ്ഞിനോട്. അങ്ങനെ പറഞ്ഞ് കൊച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇവർ രണ്ടുപേരും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയൊന്ന് തൊട്ടോട്ടെ അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയുടെ അടുത്തേക്കൊന്നും പോകരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നുവിന് ഭയങ്കര സങ്കടം. പൊന്നു തൊട്ട് വിളിച്ചാൽ അമ്മ ചിലപ്പോൾ വിളി കേട്ടാലോ അച്ഛാ, അപ്പോൾ അവൾ ആഗ്രഹം പറയുന്നതല്ലേ മോനെ, അവൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നീ ഇങ്ങനെ ശാഠ്യം പിടിക്കരുത്. അതേ പിന്നെ അമ്മ ഇപ്പോൾ വയ്യാതെ കിടക്കുക, മോൾ അമ്മയെ ഒരുപാട് ശല്യം ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നിട്ട് അഭി കുഞ്ഞിനെ ജാനകിയുടെ അടുത്തേക്ക് ഇരുത്തി. എന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുക. അമ്മയുടെ പൊന്നു അല്ലേ വിളിക്കുന്നത്, അമ്മ കണ്ണ് അമ്മയെ ഒന്ന് വിളിക്കേക്കാം, അമ്മേ പൊന്നുവിനെ അമ്മ ചോറ് വാരി തരില്ലേ എന്നൊക്കെ പൊന്നു ചോദിക്കുന്നു. അപ്പോഴേക്കും പ്രഭാവതി ഭയങ്കര കരച്ചിൽ. അമ്മ പൊന്നുവിനെ ഒരുക്കി ഇനി സ്കൂളിൽ അയക്കില്ലേ എന്നൊക്കെ പൊന്നു ചോദിക്കും കേട്ടോ. ജാനകി ഇതെല്ലാം കേട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഇങ്ങനെ കിടന്ന പൊന്നുവിനെ സ്നേഹിക്കാൻ പിന്നെ ആരാ ഉള്ളതെന്നൊക്കെ പൊന്നു ഇങ്ങനെ ചോദിക്കുക. അതൊക്കെ കേട്ട് അഭിയും തകർന്നു പോയി. പൊന്നുവിനെ ഒന്ന് നോക്കമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അഭിക്ക് സഹിക്കാതെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ.
അപ്പോൾ അമ്മയുടെ അസുഖം മാറും മോളെ എന്ന് പറഞ്ഞ് പ്രഭാവതി കുഞ്ഞിനെ സമാധാനിപ്പിക്കുക. അമ്മ പഴയതുപോലെ തന്നെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞു. ദേ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് മോള് പിണക്കത്തിനൊന്നും പോകാതെ അച്ചമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. വീട് വിട്ട് പുറത്തേക്കൊന്നും പോയേക്കരുത് കേട്ടോ, അമ്മയുമായിട്ട് അച്ഛൻ വന്നിട്ട് സ്കൂളിലേക്കൊക്കെ പോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആന്നൊക്കെ പറഞ്ഞ് കൊച്ചും സമ്മതിച്ചു. അമ്മയെ ഡോക്ടർ പെട്ടെന്ന് ഭേദപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞു അബി. അപ്പോൾ ഡോക്ടർ വരുന്നുണ്ടോ മോനെ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ ജെയിംസിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ വലിയൊരു ഹോസ്പിറ്റലിൽ പേരെടുത്ത ന്യൂറോളജിസ്റ്റാണ് വരുന്നത്. അദ്ദേഹം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാവുന്ന കാര്യം പറയും അബി. അപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം കുഞ്ഞിനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വീട്ടിലേക്ക് വിടുക കേട്ടോ നമ്മുടെ അബി. അങ്ങനെ കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്ത് കൊച്ചിന് ഒരു കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു വിടാൻ നേരത്തെ ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പൊന്നുകുട്ടി അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് പൊന്നുകുട്ടി പോട്ടെ അമ്മയെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോഴത്തേക്കും ജാനകിയുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ സൈഡിലൂടെ കണ്ണുനീര് ഒഴുകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം അപർണ നമ്മുടെ നിരഞ്ജനയെ വിളിച്ചു വരുത്തുക. എന്താ അപർണേ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ മുഖം ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, മുഖം ഒളിപ്പിക്കാൻ ഓടേണ്ടതേ നീയാണെന്ന് നിരഞ്ജന ഇങ്ങനെ പറയുമ്പോൾ നിന്നെ ഓർത്ത് എനിക്ക് സഹതാപം തോന്നുകയാണെന്ന് അപർണ നേരം പറഞ്ഞു. അളകാപുരിക്കാർക്ക് വിയർപ്പൊഴുക്കിയ നിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അളകാപുരിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണെന്ന് നീ കരുതണ്ടാന്ന് പറഞ്ഞു. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലോട്ട് വരാം എന്ന് പറയുമ്പോൾ ഇനി നിനക്കതിന് കഴിയില്ല നിരഞ്ജന എന്ന് പറഞ്ഞു അപർണ. അളകാപുരിയിലെ നിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറയുമ്പോൾ അത് നീയല്ല നിശ്ചയിക്കേണ്ടതെന്ന് നിരഞ്ജന പറഞ്ഞു. എനിക്ക് ആ വീട്ടിലുള്ള സ്ഥാനം മാത്രമേ നിനക്കും ഉള്ളൂ, അതിൽ കൂടുതലൊന്നും നിനക്കും അവിടെ ഇല്ല എന്ന് നിരഞ്ജന പറയുമ്പോൾ അപർണ ഒന്ന് ചിരിച്ചു. നീ ഒരു വിഡ്ഢിയാണെന്ന് എനിക്ക് മുന്നേ മനസ്സിലായതാണെന്ന് അപർണ പറയുമ്പോൾ നിരഞ്ജന ഇങ്ങനെ നോക്കുക. എന്തടിസ്ഥാനത്തിലാണ് നിനക്ക് അളകാപുരിയിലെ സ്ഥാനം ഉണ്ട് എന്ന് നീ അവകാശപ്പെടുന്നത്? അജയുടെ ഭാര്യ എന്നുള്ളൊരു നിലയ്ക്കല്ലേ എന്ന് ചോദിച്ചപ്പോഴും നിരഞ്ജന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നാ നീ കേട്ടോ, അജയുടെ പേരും പറഞ്ഞ് നിനക്കിനി അളകാപുരിയുടെ പടി കയറാൻ പറ്റത്തില്ല. ഞാൻ കയറി വന്നാൽ നീ എന്ത് ചെയ്യൂ അപർണ എന്ന് ചോദിക്കുമ്പോൾ ആബിയേട്ടനും ജാനിയേട്ടത്തിയും അവിടെ ഇല്ല എന്ന് കരുതി നീ എന്നെ തടയുവോ എന്ന് നിരഞ്ജന ചോദിച്ചു. അപ്പോഴും അപർണ ചിരിക്കുക. നിന്നെ തടഞ്ഞ് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. നീയോ? അയ്യോ, ഞാനെന്തിനാ നിന്നെ തടയുന്നേ? ഞാനല്ല, നിന്നെ തടയാൻ പോകുന്നത് അവിടെ താമസം ആരംഭിച്ച അജയുടെ പെണ്ണാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിരഞ്ജന ഒന്ന് ഞെട്ടി. ഹണി റോസ്. അപ്പോഴേക്കും നിരഞ്ജന പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാണ്ടാ നിൽക്കുന്നത്. നീ ഇറങ്ങിപ്പോയ അവസരം നോക്കി അജയ് അവളെ അളകാപുരിയിലേക്ക് വിളിച്ച് കയറ്റി. അജയുടെ റൂമിലാണ് ഹണി റോസ് ഇപ്പോൾ താമസിക്കുന്നതെന്നും പറഞ്ഞു. വെറും താമസം മാത്രമല്ല, നല്ല മരുമകളെ പോലെ വീട്ടിലോ ജോലികളൊക്കെ ചെയ്യുന്നു, ഫുഡൊക്കെ വെച്ചുണ്ടാക്കുന്നു. നിനക്കിത് തന്നെ വരണവടി, നിനക്കിത് തന്നെ വേണം. എന്നെപ്പോലെ ആ വീട്ടിൽ വന്ന് കയറിയവളാണെന്ന് തിരിച്ചറിവില്ലാണ്ട് പോയവളല്ലേ നീ നിന്റെ ജാനകിയുടെ പിന്നാലെ പോയി. നിനക്കിത് കിട്ടണം. നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതാ. കുടുംബത്തിൽ പിറന്നവളാ നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള ബന്ധം പോലും നീ കണക്കിലെടുത്തില്ല. ഒരനാഥയുടെ തള്ളുകാരിയായി നീ അധപ്പതിച്ചു പോയില്ലേ എന്ന് ചോദിച്ചു. അവളിപ്പോൾ ജീവച്ഛവമായിട്ട് അവിടെ കിടക്കുക. നിനക്കെല്ലാം നഷ്ടപ്പെട്ടു. നിന്നെ കാണുമ്പോൾ സഹതാപം ഉണ്ടടി എനിക്ക് എന്നൊക്കെ അപർണ നിന്ന് പ്രസംഗിക്കുമ്പം ഞാൻ അജയ്ക്കൊപ്പം ഒരു ജീവിതം കൊതിക്കുന്നുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഓർത്തിട്ടാ എനിക്കിപ്പോൾ സഹതാപം തോന്നുന്നതെന്ന് നിരഞ്ജന നേരെ അപർണയോട് പറയുക. അജയെ ഞാൻ എന്നേ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞു അപർണ എന്ന് നിരഞ്ജന ഈ അപർണയോട് പറഞ്ഞു. പെണ്ണാണിനെ ആഗ്രഹിക്കുന്നതേ എന്തിനാണെന്ന് ഇനിയും നിനക്കറിയില്ല എന്നും പറഞ്ഞ് അവളുടെ നാവടപ്പിക്കാൻ നോക്കുകയാണ് നിരഞ്ജന. കഴുത്തിലൊരു താല് വീണു എന്നല്ലാതെ നീ ഒരു പുരുഷനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നിരഞ്ജന അപർണയോട് ചോദിക്കുക കേട്ടോ. ഞെട്ടിപ്പോയി. ഒരു പുരുഷന്റെ സ്നേഹം അറിയുന്നത് ഭാര്യയുടെ ഹൃദയത്തിലാണ്. അതിന് നിനക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളങ്ങ് തീർന്നു. ഇത്ര നേരം പ്രസംഗിച്ചൊക്കെ വെറുതെ ആയിപ്പോയി. പകയും വാശിയും കൊണ്ട് നടക്കുന്ന നിന്റെ പുരുഷനെ അറിയുന്നില്ല എന്നും നിരഞ്ജന ഇവളോട് പറഞ്ഞു. ഇവളെ നിന്ന് ഉരുകാൻ തുടങ്ങി. നീ എൻ്റെ അനിയത്തിയായിട്ട് വരും. നിന്റെ കൂടെ ജീവിക്കാൻ വന്നവനെ ആദ്യം നീ മനസ്സിലാക്കാൻ പറഞ്ഞു നിരഞ്ജന. എന്നിട്ട് നമ്മുടെ അച്ഛന്മാരുടെ സൗഹൃദത്തെ പറ്റി നീ പറയാനും പറഞ്ഞു. നിരഞ്ജന പറഞ്ഞാൽ അവക്കൊന്നും പറയാനില്ലല്ലോ. ഞാനൊരു വിഡ്ഢി തന്നെയാ പറഞ്ഞേ, ഞാനത് സമ്മതിക്കുന്നു. സ്നേഹത്തിന് മുന്നിൽ
അടിപതറിപ്പോയ വെറും ഒരു വിഡ്ഢിയാണ് ഞാനെന്ന് എനിക്കറിയാമെന്ന് നിരഞ്ജന ഇവളോട് പറഞ്ഞു. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ഞാൻ. നിരഞ്ജനയ്ക്ക് നടന്ന് കയറാനുള്ള ദൂരത്തേക്കാൾ കൂടുതൽ നിനക്കാണുള്ളതെന്ന കാര്യവും നിരഞ്ജന ഓർമ്മപ്പെടുത്തുക അപർണയെ. നിനക്ക് ഇപ്പോഴും അറിയില്ല ജാനകിയടത്തി ആരാണെന്ന്. എന്താടി, ഞാൻ എന്താ അവളിൽ നിന്ന് അറിയേണ്ടത്? ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കയ്യിലുണ്ടെങ്കിലും അത് പറയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. സത്യത്തിൽ ജീവിതവും അത് തന്നെയാ. ഉത്തരങ്ങൾ നെഞ്ചിലൊതുക്കി വഴി മാറി നടന്നു പോകുന്ന ഒരു ഗതികേട്. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് നീ. എന്ത് നിമിഷവും അത് തകർന്നു പോകാൻ വിധിക്കപ്പെട്ട ഒരു പാവം പെണ്ണായിട്ടേ എന്നും ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂവെന്നും നിരഞ്ജന അപർണയോട് പറയുന്നുണ്ട്. അച്ഛനെ പറഞ്ഞപ്പോൾ നീ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അപ്പോഴും ഒരേട്ടത്തിയുടെ മനസ്സായിരുന്നു എനിക്കെന്ന് നിരഞ്ജന പറയണു. ഞാൻ ഇത്രയും പറഞ്ഞത് അജയുടെ പേരും പറഞ്ഞ് ഹണി റോസ് അളകാപുരിയിൽ സ്ഥാനം ഉറപ്പിച്ച് നീ എന്നെ വിളിച്ചു വരുത്തി ഓടി വന്ന ഒരു ആഘോഷം ആക്കിയത് കൊണ്ടാണ് എന്ന് നിരഞ്ജന ഈ അപർണയോട് പറയുവാണ്. അജയെ നീ ഈ കേസ് ഏൽപ്പിച്ചത് ഹണി റോസിനെ വെച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും നിരഞ്ജന ഇവളോട് പറഞ്ഞു. അങ്ങനെ അവളുടെ ഓരോ കുബുദ്ധിയും പൊളിച്ചടുക്കി കൈ കൊടുത്തു. അതിനു മുന്നേ ഹണി റോസ് ആരാണെന്നും അജയുമായിട്ടുള്ള അവളുടെ റിലേഷൻ എന്താണെന്നും എനിക്കറിയാമായിരുന്നു എന്നും നമ്മുടെ നിരഞ്ജന അപർണയോട് പറയുവാണ്. പിന്നെ അജയ്ക്കൊപ്പം എനിക്കൊരു ജീവിതമില്ല എന്ന് ഞാൻ വിധി എഴുതിയതാണെന്നും നിരഞ്ജന അപർണയോട് പറയുക. പിന്നെ അവൾ അളകാപുരിയിൽ കയറി താമസിച്ചാൽ എനിക്കിപ്പോൾ എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പവും ഇല്ലാന്നും. ഞാൻ അളകാപുരിയിൽ വരുന്നത് ജാനിയടുത്തിയുടെ അനിയത്തിയായിട്ടാണെന്ന കാര്യവും നിരഞ്ജന ഇവളോട് പറയുക. അനാഥയ്ക്ക് ആരെയും അനിയത്തിയായിട്ട് കാണാവല്ലോ എന്നും പറഞ്ഞു. പിന്നെ അജയുമായിട്ടുള്ള സെറ്റപ്പുമായിട്ട് നീ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ നിരഞ്ജന ഇവളെ അങ്ങ് തീർത്തു. എന്നാ ബൈ അപർണ, പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അപർണയ്ക്ക് ഒന്നും പറയാനില്ല. അപർണ ഉദ്ദേശിച്ച് ഒന്നും നടക്കില്ല. അപർണ ബിഗ് സീറോ ആയെന്ന് അപർണയ്ക്ക് തന്നെ മനസ്സിലായി. ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന തമ്പിയാട്ടോ. തമ്പി ഇങ്ങനെ തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മകൾ അച്ഛനെ കാണാൻ ചെന്നു. അച്ഛാ, നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞോടി മോളെ എന്ന് ചോദിച്ചു. അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ അച്ഛ. ജാനകിയുടെ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ നമ്മൾ തന്നെയാണ് എന്നുള്ള അമ്മയുടെ വിശ്വാസം അത് മാറാൻ പോകുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ ആക്സിഡൻറ്റിന് ശേഷം ജാനകിയെ തേടി വന്നവരെ പറ്റി നീ എന്താ അവളോട് പറയാതിരുന്നത്? അച്ഛാ, അതെല്ലാം ഞാൻ പറഞ്ഞതാ. ജാനകിക്ക് സ്വഭാവദൂഷ്യം കൂടി ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അത്രേ അച്ഛൻ്റെയും മോളുടെയും ശ്രമമെന്ന്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിട്ടേക്ക. അവൾക്കൊരസുഖം വന്നത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തമ്പി. അപ്പോൾ അച്ഛാ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണെന്നും പിന്നെ ജയിച്ചെന്ന് കരുതി അവരുടെ മനോവീര്യമൊക്കെ തകർന്നിരിക്കുകയാണെന്നും അപർണ പറയുക. ഇനി കേസിൻ്റെ കാര്യവും പറഞ്ഞ് ആരും മുന്നോട്ട് പോകാനും പോകുന്നില്ല എന്നും. കേസ് കോടതിയിൽ പരിഗണനയ്ക്ക് വന്നാൽ പോലും പ്രതിഭാഗം വക്കീൽ മാത്രമേ ഹാജരുണ്ടാവുകയുള്ളൂ. അച്ഛാ, ദേ തോറ്റു പോകുന്ന ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ കരകയറിയിരിക്കുന്നത്. അതെടി മോളെ, ആപത്ത് വരുന്നത് കൂട്ടത്തോടെയാണെന്നൊക്കെ പറയുന്നത് ശരിയാടി മോളെ. ജാനകി കഴിഞ്ഞാൽ അടുത്ത അടി നിരഞ്ജനയ്ക്കാണ് വേണ്ടത് എന്ന് പറയുമ്പം അതവൾക്ക് കിട്ടിയില്ലേ അച്ഛാ? അവളുടെ സ്ഥാനത്ത് മറ്റൊരുത്തി കയറി ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും അച്ഛനോട് മകള് പറഞ്ഞു കൊടുക്കുക. അജയെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് അവൾ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും നിരഞ്ജനയ്ക്ക് ഒരിക്കലും അതിന് കഴിയില്ല എന്ന കാര്യവും പറഞ്ഞ് എൻ്റെ മുന്നിൽ കയറുമ്പോഴും ഉള്ളുകൊണ്ട് അവൾ കരയുകയായിരുന്നെന്ന് എനിക്കറിയാമെന്ന് അപർണ പറയാം. അവൾക്കെല്ലാം അറിയാമായിരുന്നെന്ന്. അജയെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്തിനാ അവൾ അളകാപുരിയിൽ നിൽക്കുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ അവൾക്ക്? ഇതൊക്കെ ചുമ്മാ പറയുന്നതാന്നേ. ഇപ്പോൾ അവൾ മാറി നിൽക്കുന്നത് കേസിന് വേണ്ടുന്ന ഉപദേശങ്ങൾ അച്ഛനിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. ഇന്ദ്രജ ശ്രമിക്കുന്നത് ജാനകിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് എന്നൊക്കെ പറഞ്ഞു. ഇന്ദ്രജയെ പറ്റിയുള്ള കാര്യങ്ങൾ തമ്പി ചോദിക്കുമ്പോൾ നീ അവരുടെ കോണ്ടാക്ട്സ് ഒന്നും മേടിച്ചില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം അടുപ്പം കാണിക്കാതെ അകലം വിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരാളോട് എങ്ങനെ ഫോൺ നമ്പർ ചോദിക്കുക വെച്ചാന്ന് ചോദിച്ചു. അപ്പോൾ എന്നും പറഞ്ഞു തമ്പി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അവരെ ഞാൻ അളകാപുരിയിലേക്ക് ഒരു ദിവസം ക്ഷണിച്ചിട്ടുണ്ട്. അവർ വരുമായിരിക്കും. അവരുടെ വരവിന് പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇന്ദ്രജ അളകാപുരിയിൽ എത്തിയിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞ് അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക. തമ്പിയും മകളും കൂടെ വലിയ പ്രതീക്ഷയിലവിടെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഹണി സ്വയം ചായയൊക്കെ വെച്ച് അവിടെ കുടിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ പൊന്നുകുട്ടി അങ്ങോട്ടേക്ക് വരുന്നതും ഈ ഹണി റോസിനെ കാണുന്നതും. കൊച്ചിനെ കണ്ടപ്പോഴത്തേക്ക് മോളുടെ പേരെന്താണെന്ന് ചോദിച്ചു.
അപ്പോൾ പൊന്നു എന്ന് പേരും പറഞ്ഞു. ആൻറ്റി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനോ, ഞാൻ ഹണി എന്ന് പറഞ്ഞ് കൊച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. പൊന്നു ഹണി ആൻറ്റി എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആൻറ്റിയെ കണ്ടിട്ടില്ലല്ലോ എന്ന് പൊന്നു പറയുമ്പോൾ അതിന് ആൻറ്റി ഇപ്പോഴല്ലേ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുക കൊച്ചിനോട്. മോൾക്ക് ചായ വല്ലതും വേണോ? അപ്പം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആൻറ്റി എപ്പോഴാണ് ഇവിടെ വന്നതെന്നൊക്കെ പൊന്നു ചോദിക്കുക കേട്ടോ. പൊന്നു അച്ഛമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാം. അതാ ആൻറ്റിയെ കാണാഞ്ഞതെന്നൊക്കെ കുഞ്ഞു പറയുമ്പോൾ ഹണി മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ ഹണി. എന്താ മോളുടെ വിഷയം? അപ്പോൾ പൊന്നുവിൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് പൊന്നു ഹണിയോട് പറയുമ്പോൾ ഹണി ഇങ്ങനെ വല്ലാണ്ട് വിഷമത്തോടെ നോക്കി. വിളിച്ചാലൊന്നും അമ്മ വിളി കേൾക്കില്ല എന്നും പറഞ്ഞു. ആ സമയത്ത് ഹണിക്ക് സന്തോഷമായി കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രഭാവതി ഇറങ്ങി വരുന്നത്. പ്രഭാവതി ഇങ്ങനെ വന്ന് ഹണിയെ നോക്കുക. അപ്പോൾ പ്രഭാവതിക്ക് മനസ്സിലായില്ല ഇത് ആരാണെന്ന്. പ്രഭാവതി ഇങ്ങനെ അന്തം വിട്ട് ഇതിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഹണി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. നന്ദി.